ഇൻസ്റ്റാഗ്രാമിൽ ലക്ഷങ്ങൾ ഫോളോവേഴ്സുള്ള ഇൻഫ്ലുവൻസേഴ്സ് ആയ ഫസ്മിന സാക്കിർ, വയനാടൻ ബ്ലോഗർ മല്ലു ഫാമിലി സുജിൻ തുടങ്ങിയവരുടെ ഇൻസ്റ്റാ അക്കൗണ്ടുകൾ ഇന്നലെ തൊട്ട് പൂട്ടിപ്പോയി. ഇന്ന് രാസലഹരി പോലെ കൗമാരക്കാർ മുതൽ മധ്യവയസ്കർ വരെ ഉള്ളവരെ ബാധിച്ചിരിക്കുന്ന ഗുരുതരമായ അപകടമായ ഗാംബ്ലിംഗ്, ബെറ്റിംഗ്, ഗെയിമിംഗ് തരികിട ആപ്പുകളെ ലക്ഷങ്ങൾ പരസ്യത്തുക കൈപ്പറ്റി തങ്ങളുടെ ഇൻഫ്ലുവൻസ് ദുരുപയോഗപ്പെടുത്തി ഇൻസ്റ്റയിലൂടെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കെ കേരള പോലീസ് സൈബർ സെല്ലിന്റെ ഇടപെടലിനെ തുടർന്ന് മെറ്റ ഐഡികൾ തന്നെ ഡിലീറ്റ് ചെയ്യുകയായിരുന്നു. ട്രസ്റ്റബിൾ ആപ്പുകളാണെന്ന് പറഞ്ഞ് പരസ്യം ചെയ്ത് നന്മനരം, നിക്ക് വ്ലോഗ്സ്, സഞ്ജു ടെക്കി തുടങ്ങിയവർ അക്കൗണ്ട് പൂട്ടും എന്ന പേടിയിൽ പ്രൊമോഷൻ വീഡിയോകൾ എല്ലാം നീക്കം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. യൂട്യൂബിൽ ഇട്ടാൽ ടെർമിനേഷൻ കിട്ടും എന്നതുകൊണ്ട് ഇൻസ്റ്റാ വഴിയായിരുന്നു ഇവരുടെ ഇടപാട്. ഓരോ ആപ്പ് പ്രൊമോഷനും 10 ലക്ഷം രൂപയൊക്കെയാണത്രേ ചുരുങ്ങിയത് ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. തങ്ങളുടെ വീട് വെച്ചതും കല്യാണം കൂടിയതും എല്ലാം ഗെയിം കളിച്ചാണെന്ന് ഫോളോവേഴ്സിനെ പറഞ്ഞ് വഞ്ചിക്കലായിരുന്നു ഇവരുടെ ചുമതല. ഇടയിൽ ആളുകൾ ചോദിക്കുന്ന എത്ര ഫ്രോഡായാൽ എന്താ ചാരിറ്റി ചെയ്യുന്നില്ലേ എന്ന് പറയിപ്പിക്കാൻ ചാരിറ്റി പോലുള്ള പുകമറിയും. കഴിഞ്ഞ വർഷങ്ങളിൽ പെട്ടെന്ന് പണം സമ്പാദിക്കാമെന്ന തെറ്റിദ്ധാരണയിൽ 10,000 മുതൽ കോടികൾ വരെ നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്ത സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ യുവാക്കളും മധ്യവയസ്കരും വരെ നിരവധി കേസുകളാണ് ഇന്ത്യയിലുടനീളം ഉണ്ടായത്. തീരാ കടക്കെണിയിൽ ആയവരും രോഗികളായവരും അതിലേറെ. ചുറ്റിലും ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ അടക്കം ഇത്തരം ഭീകര ആപ്പുകൾക്ക് അടിമയാകാറുണ്ട്. കഴിഞ്ഞ കുറെ കാലങ്ങളായി എസ് അഭിജിത്തിനെ പോലുള്ളവർ ഇത്തരം ആപ്പുകൾക്കും പ്രൊമോഷനുകൾക്കുമെതിരെ പോരാട്ടത്തിലാണ്. ഇവരെല്ലാം ഇപ്പോൾ തന്നെ പുതിയ ഐഡികൾ തുടങ്ങിയിട്ടുണ്ട്. അതിൽ തട്ടിപ്പുകളുടെ ഭാഗമാവാതിരിക്കട്ടെ. ആപ്പുകൾ പുതിയ രൂപത്തിൽ വരും. നമ്മളും ജാഗ്രത കാണിക്കുക.